ദ വോയർ പ്രസിദ്ധീകരിച്ച പുതിയൊരു ലേഖനം അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ശൈലിയെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ജന്തർ മന്ദറിലെ മോഹം ഉപേക്ഷിക്കണം എന്നാണ് ആ ലേഖനം പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ലേഖനം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? നമ്മൾക്ക് കൂടുതലായി പരിശോധിച്ചു നോക്കാം. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവ് ജനിക്കുന്നത് ജന്തർ മന്ദറിലെ അഴിമതി വിരുദ്ധ സമരങ്ങളിലൂടെയാണ്. 2011 ആ ജനകീയ പ്രക്ഷോഭം അദ്ദേഹത്തെ ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചു. ഇന്നും തന്റെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ അദ്ദേഹം അഭയം പ്രാപിക്കുന്നത് ഈ സമരവേദികളിലാണ്. എന്നാൽ ഒരു പ്രക്ഷോഭകാരി എന്ന നിലയിലുള്ള ഈ ജന്തർ മന്ദർ മോഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഗുണകരമാണോ? ഇവിടെയാണ് ലേഖനം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഒരു സമരക്കാരന്റെയും ഒരു ഭരണാധികാരിയുടെയും ജോലി രണ്ടും രണ്ടാണ് എന്നാണ്. ഒരു സമരക്കാരൻ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയാണ് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, അല്ലെങ്കിൽ അയാളുടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്നാൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെയല്ല. ഭരണഘടനാപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മുൻനിർത്തിയാണ് അതിനൊരു സൊല്യൂഷൻ ഒരു മുഖ്യമന്ത്രി കൊണ്ടുവരേണ്ടത് എന്നാണ് ആ ലേഖനം പറയുന്നത്. ഡൽഹിയിലെ ഭരണപരമായ തർക്കങ്ങൾ പരിഹരിക്കാൻ കെജ്രിവാൾ ഇപ്പോഴും പഴയ സമരമുറകൾ പുറത്തെടുക്കുന്നത് ജനാധിപത്യപരമായ നിർവഹണത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് വിമർശനം. കേന്ദ്ര സർക്കാരുമായി കെജ്രിവാൾ നടത്തുന്ന നിരന്തരമായ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രകടനങ്ങളായി ഇത്തരം സമരങ്ങൾ മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പക്വത കാണിക്കേണ്ട സമയത്ത് താൻ ഒരു വിമതനാണെന്ന അദ്ദേഹത്തിന്റെ പഴയ രീതി ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്നുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്. ചുരുക്കത്തിൽ പഴയ സമരകാലത്തെ ഗൃഹാതുരത്വം കെജ്രിവാൾ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഭരിക്കാനാണ്, സമരം ചെയ്യാനല്ല. ജന്തർ മന്ദറിലെ സമരങ്ങൾ എപ്പോഴും രാഷ്ട്രീയ വിജയങ്ങൾ നൽകണമെന്നില്ല. നൈപുണ്യമായ ഭരണമാണ് ഇതിന് മാറ്റം വരുത്തേണ്ടത്. അത് കെജ്രിവാൾ ചെയ്യണമെന്നാണ് ലേഖനം പറയുന്നത്.